സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ 8th ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ജലത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ചും ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലെസണിലേക്ക് പോകാം. Water is a substance that can be observed in 3 different states in our daily life. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ 3 അവസ്ഥകളിൽ കാണുന്ന ഒരു വസ്തുവാണ് വാട്ടർ എന്ന് പറയുന്നത്. ദ സോളിഡ് സ്റ്റേറ്റ് ഇറ്റ് എക്സിസ്റ്റ് ആസ് ഐസ്. സോളിഡ് സ്റ്റേറ്റ് അതായത് ഖരാവസ്ഥയിൽ അത് ഐസായിട്ടും ചൂട് ചെല്ലുമ്പോൾ അതായത് ചൂടാക്കുമ്പോൾ ഈ ഐസ് മെൽറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്കും സെക്കൻഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റ് അതായത് ജലമായിട്ടും മാറുന്നു. ഓൺ ഫർദർ ഹീറ്റിംഗ് വാട്ടർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ഇനി മൂന്നാമത് അതായത് വീണ്ടും ചൂടാക്കുമ്പോൾ എന്താവും? ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറും, അതായത് ഗ്യാസ് ആയിട്ട് മാറും. അപ്പോൾ ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് അത് വളരെ ലോ ടെമ്പറേച്ചറിലാണുള്ളത്. ഇനി ഇതിന് ചൂട് കൊടുക്കുമ്പോൾ അത് ഉരുകി വെള്ളമാകുന്നു. ആ വെള്ളം വീണ്ടും ചൂടാക്കുമ്പോൾ അതെന്തായിട്ട് മാറും? വാട്ടർ വേപ്പറായിട്ട് മാറും. ആക്ടിവിറ്റി: പുട്ട് ആൻ ഐസ് ക്യൂബ് ഇൻ വൺ കണ്ടെയ്നർ, ട്രാൻസ്ഫർ ഇറ്റ് ടു ദ അനദർ കണ്ടെയ്നർ ഡിഫറെൻറ്റ് ഷേപ്പ്. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ഐസ് ക്യൂബ്? ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് 2 പാത്രം എടുത്തിട്ട് ആ 2 പാത്രത്തിലിട്ട് നോക്കുക, ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന്. pour water from one container to another container to different shape. ഇനി നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് 2 കണ്ടെയ്നർ, ഇപ്പോൾ ഷേപ്പ് വ്യത്യാസമാണ് നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നറിന് കേട്ടോ. ഒരു പാത്രം ഇങ്ങനെയാണെങ്കിൽ വേറെ ഒരെണ്ണം ഇങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഷേപ്പുള്ള ഒരു പാത്രം ആയിരിക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഷേപ്പിന് വ്യത്യാസം, അതായത് ഈ ഐസ് ഈ 2 കണ്ടെയ്നറിലിട്ടാൽ അതിന് ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ടോ, വെള്ളം ഒഴിച്ചാൽ ഷേപ്പ് വ്യത്യാസം വരുന്നോ എന്ന് നമ്മൾ നോക്കുകയാണ്. Then pour water into a clean surface and observe how it spread. ഇനി നമുക്ക് നോക്കുന്നത് ഒരു സർഫസ് ഏതെങ്കിലും ഒരു തറയിലോ വല്ലോ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക, അതെങ്ങനെയാണ് പരക്കുന്നതെന്ന് നോക്കുക. സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് പരക്കുന്നത്. When water gets converted into water vapor, how does this water vapor spread? ഇനി നമ്മൾ ഈ വെള്ളത്തിനെ നമ്മൾ തിളപ്പിച്ചെന്ന് വെച്ചോ, അത് വാട്ടർ വേപ്പറായിട്ട് മാറും നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ. അങ്ങനെ വാട്ടർ വേപ്പറായിട്ട് മാറുമ്പോൾ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഈ ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാവുന്നത് ഐസിൻ്റെ ഷേപ്പ്, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള നമ്മുടെ വാട്ടറിൻ്റെ അവസ്ഥയാണ് ഐസ്. ഈ ഐസിന് ഷേപ്പ് വ്യത്യാസമൊന്നുമില്ല ഏത് പാത്രത്തിലിട്ടാലും. വെള്ളത്തിനാണെങ്കിലോ അത് കണ്ടെയ്നറിൻ്റെ ഷേപ്പ്, അതായത് നമ്മൾ ഏത് ബക്കറ്റിൽ ഒഴിച്ചാൽ ബക്കറ്റിൻ്റെ ഷേപ്പ്, ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസിൻ്റെ ഷേപ്പ്. വാട്ടർ വേപ്പറോ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത് അതിന് നമുക്കങ്ങനെ ഷേപ്പൊന്നുമില്ല. കാര്യം ഏത് പാത്രത്തിൽ വെച്ചാലും, ഇപ്പോൾ ചെറിയൊരു ടിന്നിനകത്ത് ഗ്യാസ് വെച്ചാലും അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അത് കംപ്രസ്ഡ് ആയിട്ട് അതിനകത്തിരിക്കും. ഇനി ഒരു വലിയ പാത്രത്തിലാണ് നമ്മൾ ഗ്യാസ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് നിറച്ചുണ്ടാകും. നമുക്കതിന് ഏറ്റവും എക്സാമ്പിൾ കുക്കിംഗ് ഗ്യാസാണ്. നമ്മൾ കുക്കിംഗ് ഗ്യാസ് ആദ്യം കൊണ്ടുവന്ന സിലിണ്ടർ നിറച്ച് ഗ്യാസ് ഉണ്ടായിരിക്കും, പക്ഷേ അത് തീരാറാകുമ്പോഴും ആ കുറ്റിയുടെ ഷേപ്പ് തന്നെ, അതിന് കുറ്റിക്ക് ഷേപ്പ് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്താ കാര്യം? അത് കുറച്ച് ഗ്യാസേ ഉള്ളതിലും അത് ആ പാത്രം നിറഞ്ഞു നിൽക്കും, അതായത് സ്പ്രെഡായി നിൽക്കും. ഇനി എബിലിറ്റി ടു ഫ്ലോ, ഐസ് ഒഴുകിയൊന്നും പോകത്തില്ല, തറയിൽ വെച്ചാലോ ഒഴുകും, പക്ഷെ വെള്ളം ഒഴുകുന്നുണ്ട്. വാട്ടർ വേപ്പർ ആണെങ്കിലോ അതിങ്ങനെ നിൽക്കത്തില്ല, അതിങ്ങനെ സ്പ്രെഡായി പോവും. എബിലിറ്റി ടു സ്പ്രെഡ്, ഐസാണെങ്കിൽ സ്പ്രെഡ് ആവത്തില്ല, വെള്ളം കുറച്ച് സ്പ്രെഡാവും. പക്ഷെ വാട്ടർ വേപ്പറോ അത് വളരെയധികം സ്പ്രെഡായി ഏത് പാത്രത്തിലാണെന്ന് വെക്കുന്നത് അത് നിറഞ്ഞ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഓരോ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാം കേട്ടോ. ഐസ് സോളിഡ് സ്റ്റേറ്റിലാണ്. retains its shape respective of the container in which placed, while water takes the shape of the container. Ice does not flow or spread. ഐസ് എന്താണ്? ഏത് പാത്രത്തിൽ വെച്ചാലും ഐസിൻ്റെ ഷേപ്പ് നമ്മൾ വെക്കുന്നത് ഷേപ്പ്, അത് ഒരു ഐസ് ക്യൂബിന് ഓരോ പാത്രത്തിൽ വെക്കുമ്പോൾ ഷേപ്പ് വ്യത്യാസം വരുന്നില്ല. വെള്ളമാണെങ്കിൽ അങ്ങനെയല്ല, ഓരോ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലേക്ക് അത് മാറുന്നുണ്ട്. പിന്നെ ഐസ് ഒരിക്കലും ഫ്ലോ ചെയ്യുന്നില്ല, ഒഴുകിപ്പോകുന്നില്ല, സ്പ്രെഡ് ചെയ്യുന്നില്ല. സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നില്ല. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ
ഫ്ലോസ് ആൻഡ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ്. അത് ഒഴുകുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണ്? ഒരു ഫിക്സ്ഡ് ഷേപ്പില്ല, പകരം എന്താണ്? ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അത് പാത്രത്തിൻ്റെ ഷേപ്പ് ആണ് സ്വീകരിക്കുന്നത്. ഇൻ വിച്ച് ഇറ്റ് കേപ്ഡ് ബട്ട് ദ വോളിയം ഓഫ് ദ വാട്ടർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം, ഈ വെള്ളം ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അതിൻ്റെ വോളിയം സെയിം ആയിരിക്കും. അതേസമയം ഗ്യാസ് എന്നാൽ അങ്ങനെ അല്ല കേട്ടോ. ഡസ് വാട്ടർ ഓൾസോ പൊസസ് ദ പ്രോപ്പർട്ടി ഓഫ് സ്പ്രെഡ്. സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ചല്ലേ, തീരെ സ്പ്രെഡ് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് വളരെ കുറച്ചേ ഉള്ളൂ. യെസ്, വാട്ടർ ഓൾസോ ദ പ്രോപ്പർട്ടി ടു സ്പ്രെഡ് വൈൽ കീപ്പിംഗ് ദ വോളിയം കോൺസ്റ്റൻറ്റ്. ഒരിക്കലും വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, അതിൻ്റെ വ്യാപ്തം മാറുന്നില്ല. എന്നാൽ വാട്ടർ വേപ്പർ അങ്ങനെയല്ല, നോക്കണം, അത് ഗ്യാസ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് സ്പ്രെഡിങ് ഔട്ട് ദി എൻറ്റയർ അവൈലബിൾ സ്പേസ്. എവിടെ എത്ര വലിയ പാത്രം അല്ലെങ്കിൽ എത്ര വലിയ സ്ഥലം കിട്ടിയാലും അത് സ്പ്രെഡ് ആവും. നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അത് നമ്മൾ നോക്കി അറ്റ്മോസ്ഫിയർ മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഗ്യാസ് ഡസ് നോട്ട് possess a fixed shape. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഷേപ്പ് ഇല്ല. വാട്ടർ വേപ്പർ എക്സിസ്റ്റ് ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ ദോ ഇറ്റ് ഈസ് ഇൻവിസിബിൾ ടു അസ്. നമുക്കറിയാം ഈ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതല്ല. ഇറ്റ് ഈസ് പ്രസൻറ്റ് ടു ദ എയർ അറൗണ്ട് അസ്. ദ വാട്ടർ ദാറ്റ് എവാപ്പറേറ്റ്സ് ഡ്യൂറിങ് പ്രോസസ്സസ് ലൈക്ക് ഡ്രൈയിങ് ഓഫ് ക്ലോത്ത്സ് ഓർ മോപ്പിംഗ് ഓഫ് ഫ്ലോർ കോൺട്രിബ്യൂട്ട് ദ വാട്ടർ വേപ്പർ ടു ഇൻ ദ എയർ അറൗണ്ട് അസ്. നമ്മളിപ്പോൾ ചോദിക്കും, ഈ എയറിൽ എങ്ങനെയാണ് വാട്ടർ വേപ്പർ വരുന്നതെന്ന്. അതായത് നമ്മൾ തറ തുടയ്ക്കുമ്പോഴേ, തുണി ഉണക്കുമ്പോഴേ, ഇതിലെല്ലാം വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്, നമ്മുടെ ചുറ്റും, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലേക്കാണ് പോകുന്നത്. യു ആർ നൗ ഫെമിലിയർ വിത്ത് ദ 3 states ഓഫ് വാട്ടർ. സം അതർ സബ്സ്റ്റൻസസ് ഓൾസോ എക്സിസ്റ്റ് ദിസ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ വാക്സ്, ഓയിൽ, ഗീ. ഇതിനൊക്കെ സോളിഡ്, ലിക്വിഡ് എല്ലാ സ്റ്റേറ്റ്സും ഉള്ളതാണ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉള്ളതാണ് കേട്ടോ. ഇനി കുറച്ച് വേറെ എക്സാമ്പിൾസ് നോക്കുകയാണേ. ലുക്ക് അറൗണ്ട്, ഫൈൻഡ് സം എക്സാമ്പിൾസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസസ്. അതായത് കല്ല്, തടി, ഗ്ലാസ്, ഇതൊക്കെ സോളിഡ് സബ്സ്റ്റൻസസ് ആണ്. ലിക്വിഡോ, പാല്, എണ്ണ, ഇതൊക്കെ എന്താണ്? ലിക്വിഡ് സബ്സ്റ്റൻസുകളാണ്. പിന്നെ അതുപോലെ ഹാവ് യു എവർ നോട്ടീസ് യു ക്യാൻ സ്മെൽ ദ ഫുഡ് ബീങ് കുക്ക്ഡ് ഈവൻ വിത്തൗട്ട് എൻറ്ററിങ് ദ കിച്ചൺ. ഹൗ ഡസ് ഇറ്റ് സ്മെൽ റീച്ചസ്. അമ്മ നല്ല ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ സ്മെല്ല് നമുക്ക് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കിട്ടും, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ആ സ്മെല്ല് നമുക്ക് എത്തുന്നത്? എയറിലൂടെ അല്ലേ. ആ വാട്ടർ വേപ്പറായിട്ട് എയറിലേക്ക് വരുന്നു, ആ എയറിലൂടെ നമുക്ക് എത്തുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ദ സ്മെൽ ഓഫ് യമ്മി ഫുഡ് ഫ്രം കുക്കിംഗ് സ്പ്രെഡ് ത്രൂ ദ എയർ ആൻഡ് റീച്ചസ് അവർ നോസ്ട്രിൽസ്. നോസ്ട്രിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ദ്വാരങ്ങൾക്കാണ് പറയുന്നത് കേട്ടോ. ഈവൻ ഇഫ് യു ആർ നോട്ട് ഇൻ ദ കിച്ചൺ. നമ്മൾ കിച്ചണില്ലെങ്കിലും ഇതിൻ്റെയൊക്കെ മണം നമുക്ക് മനസ്സിലാവും. വാട്ട് ആർ ദ അതർ എക്സാമ്പിൾസ് ഓഫ് ഗ്യാസസ് യു ക്യാൻ തിങ്ക്? ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോട്ടോസിന്തസിസ് പറയുന്നുണ്ട് അല്ലേ. അതായത് ഫോട്ടോസിന്തസിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതല്ലേ, ഓക്സിജൻ നമ്മൾ ടേക്ക് ഇൻ ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഹൗ ക്യാൻ വി ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ? ഇനി ഈ വെള്ളത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. Atmospheric water generator machine collect the water from the humid air to produce drinkable water. This is done through condensation of water vapor. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിനെ നമ്മൾ കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? കുടിക്കാൻ പറ്റുന്ന വെള്ളം ആക്കുന്ന മെഷീനാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന് പറയുന്നത്. By cooling the air, the process is similar to the formation of drops of water outside the glass tumbler filled with ice cold water. നമ്മൾ കണ്ടായിരുന്നല്ലോ, നല്ല തണുത്ത വെള്ളം ഒരു ടംബ്ലറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചപ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ ഡ്രോപ്ലെറ്റ്സ് പറ്റി പിടിച്ചിരിക്കുന്നത്. അത് എവിടെ നിന്നാണ്? ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള വെള്ളം അതിൽ പറ്റിയതാണ്. How can you quickly change ice into liquid state water? If we have to change ice into water and water into water vapor, we have to supply heat to it. നമുക്ക് ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് മനസ്സിലായി, ഐസിനെ വെള്ളമാക്കാനും വെള്ളത്തെ വാട്ടർ വേപ്പർ ആക്കാനും എന്ത് കൊടുത്താൽ മതി? ചൂട് കൊടുത്താൽ മതി. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ വാട്ടർ ഇൻ ടു ഐസ്, വാട്ട് വിൽ ബി ഡൺ? അതേസമയം അപ്പോൾ ചൂട് കൊടുത്താൽ ഐസിനെ വാട്ടർ ആവും. അപ്പോൾ വാട്ടറിനെ ഐസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് അല്ലേ, തണുപ്പിച്ചാൽ മതി. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ പ്ലേസിങ് വാട്ടർ ഇൻ എ കോൾഡ് എൻവയോൺമെൻറ്റ് സച്ച് എസ് ഫ്രീസർ. അതിനെ നമ്മൾ വെള്ളം എടുത്ത് ഫ്രീസർ വെക്കുമ്പോൾ അത് ഐസ് കട്ടയായിട്ട് മാറുന്നത്.
Water freezes and is converted into ice. If you take the ice out of the freezer, it melt and converted into water. അതായത് ചൂട് കൊടുക്കുമ്പോൾ, ഐസിന് ചൂട് കൊടുക്കുമ്പോൾ വെള്ളവും, വെള്ളത്തിന് ചൂട് കൊടുക്കുമ്പോൾ അത് വാട്ടർ വേപ്പറുമായിട്ട് മാറുന്നു. തിരിച്ചും വാട്ടർ വേപ്പർ തണുപ്പിക്കുമ്പോൾ വെള്ളമാകുന്നു, വെള്ളം വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസായിട്ട് മാറുന്നു. എ ക്യാൻഡിൽ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് വാക്സ് ഈസ് വൺ സച്ച് എക്സാമ്പിൾ. അതായത് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ മെഴുകുതിരിയില്ലേ, അതും ഇതിനൊരു എക്സാമ്പിളാണ്. നോക്കാം നമുക്ക്. ഹൗ ക്യാൻ വി ടെൻ ക്യാൻഡിൽ വർക്ക്സ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്? എങ്ങനെയാണ് ആക്കുന്നത്? നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ, മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ അത് ഉരുകി ലിക്വിഡ് സ്റ്റേറ്റ് ആകുന്നു. അത് തണുക്കുമ്പോൾ വീണ്ടും അത് ഫ്രീസ് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. വി ഷുഡ് കൂൾ ദ ലിക്വിഡ് ആൻഡ് വാക്സ് ടു ചേഞ്ച് ഇറ്റ് ടു സോളിഡ്. വാട്ട് ആർ ദ അതർ ലിക്വിഡ് യു ക്യാൻ seen when converted into solid? Have you ever seen coconut oil getting converted into solid state during the winter season? അത് നമ്മൾ സാധാരണയായി കാണുന്നതാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണയില്ലേ, തണുപ്പ് കാലങ്ങളിൽ വെളിച്ചെണ്ണ പാത്രം നോക്കിയാൽ മതി, നല്ല വൈറ്റ് കളറിൽ ഇതെന്താ നല്ല മഞ്ഞ് പോലെ ഇത് ഉറഞ്ഞിരിക്കുന്നതാണ്. കാര്യം എന്താ? തണുപ്പുള്ളത് കൊണ്ട് ഈ ഓയിൽ ഫ്രീസായി അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് പോയി. Hence, we can see the water and the other substance change their states on heating or cooling. The process of conversion of solid into liquid state is called melting. അതായത് ഐസ് വെള്ളമാകുന്നു, അതിന് മെൽറ്റിംഗ് എന്നാണ് പറയുന്നത് അല്ലേ. കോക്കനട്ട് ഓയിൽ തണുത്തിരിക്കുന്നത് വീണ്ടും കോക്കനട്ട് ഓയിലാകുന്നു, അത് മെൽറ്റിംഗ് എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ലിക്വിഡ് ഇൻ ടു സോളിഡ് ഈസ് ഫ്രീസിങ്. അതായത് ഐസ് വെള്ളമാണോ, അതായത് സോളിഡ് സ്റ്റേറ്റിനെ ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ അത് മെൽറ്റിംഗ് എന്നും, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന് ഫ്രീസിങ് എന്നുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രീസർ എന്ന വാക്ക് റെഫ്രിജറേറ്ററിനകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. സോളിഡാണ്, അത് മെൽറ്റ് ആകുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് ലിക്വിഡായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ലിക്വിഡ്. ലിക്വിഡിനെ നമ്മൾ വീണ്ടും ചൂടാക്കുന്നു, അല്ലെങ്കിൽ ഗ്യാസാക്കി മാറ്റുന്നു. അത് ലിക്വിഡ് ഗ്യാസ് അല്ലേ. ദെൻ സോളിഡ് ലിക്വിഡ് ആവുന്നു. പിന്നെന്താണ്? രണ്ടാമത്തെ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്യുകയാണ്. ഇവാപ്പറേറ്റ് ചെയ്തെന്താണ്? ഗ്യാസായിട്ട് മാറുന്നു. ഇനിയും ഇത് തിരിച്ച് എന്താ? ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കുക. ഗ്യാസിനെ ലിക്വിഡ് ആക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യെസ്, കണ്ടൻസസ്. എഴുതിയിട്ടുണ്ട് കണ്ടൻസസ്. ദെൻ എന്താ? വീണ്ടും ലിക്വിഡിനെ സോളിഡായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീസസ് അല്ലേ. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ വി വാട്ടർ ബി ഇവാപ്പറേറ്റഡ് ഫാസ്റ്റർ ഓർ സ്ലോവർ? ഇനിയും നമുക്ക് ഈ വെള്ളം എങ്ങനെയാണ് ആവിയാക്കുന്നത്, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു കുറച്ച് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് അഫക്റ്റ് ഹൗ ഫാസ്റ്റ് വാട്ടർ ഇവാപ്പറേറ്റ്സ്? ഈ വെള്ളം പെട്ടെന്ന് ആവിയാവാൻ എന്തൊക്കെ കണ്ടീഷനാണ്? നിങ്ങൾ നോക്കിയാൽ മതി. തുണി ഉണക്കാനിടുന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ നനച്ച തുണി കൊണ്ടുവന്ന് ഉണക്കാനിടുന്നുണ്ടേ, എങ്ങനത്തെ ദിവസമായിരിക്കും അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്? ചൂടുള്ള ദിവസമാണോ? അധികം സൺലൈറ്റ് ഇല്ലാത്ത ദിവസമാണോ? വിൻഡി ഡേ ആണോ? അതല്ലെങ്കിൽ റെയിനി ഡേയിലാണോ? ഇങ്ങനെ നമ്മൾ ഓരോന്നും ആലോചിക്കുക. നമ്മൾ പെട്ടെന്ന് വിയർക്കുന്ന എപ്പോഴാണ്? ക്ലൈമറ്റ് ഹോട്ട് ആകുമ്പോഴല്ലേ. നമുക്ക് മഴയുള്ള ദിവസമാണോ നമ്മൾ കൂടുതൽ വിയർക്കുന്നത്? നമുക്ക് നോക്കാം. ആക്ടിവിറ്റിയാണ്. ടേക്ക് വാട്ടർ ഇൻ എ സ്മോൾ കപ്പ് ഓഫ് ബോട്ടിൽ ആൻഡ് യു മേ യൂസ് സാനിറ്റൈസർ ഇൻ ദ പ്ലേസ് ഓഫ് വാട്ടർ. വെള്ളത്തിന് പകരം സാനിറ്റൈസർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു ചെറിയ ക്യാപ്പിനകത്താണ്, ബോട്ടിലിൻ്റെ ക്യാപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. പിന്നെന്താ ചെയ്യുന്നത്? ഒരു പ്ലേറ്റിനകത്തും ദ എക്സ്പോസ്ഡ് ഏരിയ ഓഫ് വാട്ടർ ഇൻ ദ ബോട്ടിൽ ക്യാപ്പ് ആൻഡ് ദ പ്ലേറ്റ് ആർ ഡിഫറെൻറ്റ്. നമുക്കറിയാം വെള്ളം ഒരുപോലെ, അതായത് വോളിയം ഒരുപോലെ ആയിരിക്കണം. ഇപ്പം നിങ്ങൾ 1 സ്പൂൺ വെള്ളമാണ് ക്യാപ്പിൽ ഒഴിക്കുന്നതെങ്കിൽ പ്ലേറ്റിനകത്ത് 1 സ്പൂൺ വെള്ളമേ ഒഴിക്കാവൂ. കീപ് ബോത്ത് ദം നിയർ ഈച്ച് അതർ. റെക്കോർഡ് ദ ടൈം ടേക്കൺ ടു ദ വാട്ടർ ടു കംപ്ലീറ്റ് ഇവാപ്പറേറ്റ്. നിങ്ങൾ 2 പാത്രം നോക്കുക, ഏതായിരിക്കും പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? പ്ലേറ്റിലായിരിക്കും. എന്താ കാര്യം? വാട്ട് കണ്ടീഷൻ ഡിഡ് വി കീപ് ദ സെയിം? എന്താണ് നമ്മൾ സെയിം ആയിട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻ? നമ്മൾ സെയിം ആയിട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 2 പാത്രത്തിലുള്ള ലിക്വിഡിൻ്റെ വോളിയം ഒരുപോലെയാണ്. വോളിയം ഒരേ അളവിലുള്ള
പിന്നെ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. വാട്ട് ഡിഡ് വി ചേഞ്ച് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ? നമ്മൾ ചേഞ്ച് ചെയ്ത് എന്താണ്? കണ്ടെയ്നറാണ്. അതായത് സർഫസ് ഏരിയ കൂടുതലുള്ളതും സർഫേസ് ഏരിയ കുറവുള്ളതും, അതായത് വിശാലമായ ലാർജ് കണ്ടെയ്നറും പിന്നെന്താണ് ഒരു സ്മോൾ കണ്ടെയ്നറും എടുത്തത്, അതിൽ ഒരു സ്മോൾ ക്യാപ്പുമാണ് എടുത്തത്. വാട്ട് ഡിഡ് വി മെഷർ? എന്താ നമ്മൾ മെഷർ ചെയ്തത്? അതിൻ്റെ ടൈം ടേക്കൺ അല്ലേ, ടൈം ടേക്കൺ ഫോർ ഇവാപ്പറേഷൻ അല്ലേ, അത് നമ്മൾ ഇവാപ്പറേഷന് ഉള്ള ടൈം ടേക്കൺ ആണ് നമ്മൾ കണ്ടത്. ഇനി നോക്കാം. എക്സ്പോസ്ഡ് ഏരിയ ഓഫ് വാട്ടർ ബോട്ടിൽ ക്യാപ്പിലും പ്ലേറ്റിലുമാണ് നമ്മൾ വെച്ചിരുന്നത്. ടൈം ടേക്കണിലേത് കംപ്ലീറ്റ് ഇവാപ്പറേഷന് ഇവിടെ ആണെങ്കിൽ നമ്മൾ കുറച്ചേറെ സമയം എടുക്കും. ഇവിടെ ലാർജ് ടൈം ഒഴിപ്പിക്കുന്നുണ്ട് അല്ലേ, ഇവിടെ ആണെങ്കിൽ സ്മോൾ ടൈമിനുള്ളിൽ തന്നെ അത് ഇവാപ്പറേറ്റ് ചെയ്യും. എന്താ കാര്യം? പാത്രം വലുതാണ് എന്നതുകൊണ്ട്. ഇഫ് യു സ്പ്രെഡ് അവർ വാട്ടർ ഓൺ ദ പ്ലേറ്റ് ഇറ്റ് ഈസ് എയർ എക്സ്പോസ് ടു എയർ ഈസ് ലാർജർ ദെയർഫോർ ഇവാപ്പറേഷൻ ഫാസ്റ്റർ. അപ്പോൾ നോക്കിയേ, ഏരിയ കൂടുതൽ, സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ എന്താണ്? ഇവാപ്പറേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നു. ഇതേ ആക്ടിവിറ്റി മിൽക്കിനകത്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ മിൽക്ക് ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്താൽ വ്യത്യാസമുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ കൂട്ടല്ല. നമ്മൾ മിൽക്കിന് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, വെറും വെള്ളമല്ല. അതിനകത്ത് നമുക്ക് റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനടിയിൽ ഒരു വെളുത്ത സാധനം നിങ്ങൾ കാണും. അതായത് നമ്മൾ പാല് കാച്ചുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, വെള്ളം തിളപ്പിക്കുന്ന പോലാണോ പാത്രം ഇരിക്കുന്നത്? വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ പാത്രത്തിനടിയിൽ എന്തെങ്കിലും പറ്റിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വെള്ളം തിളപ്പിച്ച് വെള്ളം വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചാൽ അതിൻ്റെ പാത്രത്തിനടിയിലൊന്നുമില്ല. പക്ഷെ പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ പാൽപാത്രത്തിൽ, നമ്മൾ തിളപ്പിച്ച പാൽപാത്രത്തിൻ്റെ വക്കിലും ചുവട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വെളുത്ത എന്താ പറയുന്നത്, ഒരു റെസിഡ്യൂ കാണും, അവശിഷ്ടം കാണും. അപ്പോൾ ഇതെന്ന് പറയുന്നത് മിൽക്കിൻ്റെ കമ്പോണൻസ് ആണ്. അതർ കണ്ടീഷൻസ് വിച്ച് എഫക്റ്റ് ഹൗ ഫാസ്റ്റ് വാട്ടർ ഇവാപ്പറേറ്റ്സ്. ഇനി ഈ വെള്ളം എങ്ങനെയാണ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് കണ്ടീഷൻ ഈസ് ചേഞ്ച്ഡ് ആൻഡ് അതർ കണ്ടീഷൻ റിമെയിൻസ് ദ സെയിം. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. റെക്കോർഡ് ദ ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വെയർ വൺ കണ്ടീഷൻ ചേഞ്ച്ഡ് ആൻഡ് അതർ കണ്ടീഷൻ റിമെയിൻസ് സെയിം. അതായത് ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും ഈക്വലായിട്ട് വെച്ചുകൊണ്ട് മറ്റേ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഏത് കണ്ടീഷനാണ് കെപ്റ്റ് സെയിം? നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കണ്ടെയ്നർ സെയിം ആക്കാം, രണ്ട് പാത്രങ്ങളും ഒരേപോലത്തത് ആക്കാം, കണ്ടെയ്നർ സെയിം ആക്കാം. കണ്ടീഷൻ ദാറ്റ് ഈസ് ചേഞ്ച്ഡ്, ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം. ടെമ്പറേച്ചർ അതായത് ചൂടും തണുപ്പും. ടൈം ടേക്കൺ, ഇനിയിപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നർ രണ്ട് പാത്രവും സെയിം ആക്കുക. രണ്ട് പ്ലേറ്റ് എടുക്കുക, രണ്ട് പ്ലേറ്റിൽ ഒരേ അളവിലുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ വേണേൽ ഒന്ന് ചൂടാക്കുക. അതല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ മറ്റേത് വെക്കുക, മറ്റേത് വെയിലത്ത് കൊണ്ട് വെക്കുക. അങ്ങനെ രണ്ട് പാത്രങ്ങളും ഒരെണ്ണത്തിന് ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവണം. നമുക്ക് നോക്കാം ഏതാണെന്ന്. ടേക്ക് ഐഡൻറ്റിക്കൽ ക്യാപ്സ് 2 ബോട്ടിൽസ് ഉണ്ടോ? ഇവിടെ രണ്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൽ രണ്ടിലും വെള്ളം ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? സൺലൈറ്റിൽ ഒരെണ്ണം കൊണ്ട് കൊടുക്കുക, ഒരെണ്ണം ഷെയ്ഡെന്ന് പറഞ്ഞാൽ തണലത്ത് വെക്കുക. ഏകദേശം 15 മിനിറ്റ് നോക്കുക. ദെൻ എന്താ, അതിൻ്റെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് ഏത് കേസിലാണെന്ന് നോക്കുക. ഏത് കേസിലായിരിക്കും? നമുക്കറിയാം, നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് പെട്ടെന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യാം. ഷെയ്ഡിലാകുമ്പോൾ അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യത്തില്ല. വാട്ടർ ഇവാപ്പറേറ്റ്സ് വാട്ടർ ഫ്രം ദ ക്യാപ്പ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് കമ്പയർഡ് ടു ദ ക്യാപ്പ് കെപ്റ്റ് ഇൻ ദ ഷെയ്ഡ്. അതായത് സൂര്യപ്രകാശത്തിലിരുന്ന വെള്ളമാണ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്മോൾ ഒബ്സർവേഷൻ ദാറ്റ് ക്ലോസ് ഡ്രൈ ഫാസ്റ്റർ ഓൺ ഹോട്ട് സണ്ണി ഡേയ്സ്. നമുക്കറിയാമല്ലോ, തുണി നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത് നല്ല സണ്ണി ഡേയ്സിലായിരിക്കും. വൺസ് അഗെയിൻ എ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ക്ലോസ് ഡ്രൈ ഫാസ്റ്റർ ഓൺ വിൻഡി ഡേ ഓൾസോ. പിന്നെ നമുക്കറിയാം, നല്ല കാറ്റുള്ള ദിവസവും പെട്ടെന്ന് ഈ തുണി ഉണങ്ങും. എന്താ കാര്യം? ഈ കാറ്റടിച്ചിട്ട് ഈ ഇതിനകത്തിലെ വെള്ളം ഇവാപ്പറേറ്റ് ആയി പെട്ടെന്ന് പോകും. വിത്ത് ഇൻക്രീസ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഹെയർ വാട്ടർ ഇവാപ്പറേറ്റ് ഫാസ്റ്റർ. ഈ എയർ കാറ്റടിക്കുമ്പോൾ എയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അന്നേരം എന്താണ്, ഈ തുണിയിലെ വെള്ളം പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ആയി എയറിലേക്ക് മാറുന്നുണ്ട്.
The amount of water vapor in the air is more on rainy days and hence rainy days are more humid. നമുക്കറിയാമല്ലോ മഴയുള്ള ദിവസങ്ങൾ നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈർപ്പം കൂടുതലായിരിക്കും. ഈസ് ഓൾസോ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് ക്ലോത്ത്സ് ഡ്രൈ സ്ലോലി ഓൺ റെയിനി ഡേ. അതുപോലെ മഴ ദിവസം നമുക്ക് തുണി വളരെ പതിയെ ഉണങ്ങും. ഓൺ റെയിനി ഡേ വാട്ടർ ഇവാപ്പറേറ്റ് സ്ലോലി. ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ എയർ ഈസ് ഓൾറെഡി ഹൈ, ദറ്റ് ഈസ് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം വെള്ളമയം കൂടുതലായതുകൊണ്ട് മഴ ദിവസങ്ങളിൽ തുണി ഉണങ്ങാൻ താമസിക്കും. അതേപോലെ സണ്ണി ഡേയിൽ എയറിനകത്ത് വെള്ളം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുകയും ചെയ്യും. ഇനി കൂളിംഗ് എഫക്റ്റിനെ കുറിച്ചാണ്. ആവീസ് മദർ പർച്ചേസ്ഡ് എ ന്യൂ മഡ്ക, അതായത് എർത്തേൺ പോട്ട്, മണ്ണുകൊണ്ടുള്ള കുട, ടു റീപ്ലേസ് ദ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ട് ഫോർ സ്റ്റോറിംഗ് ഡ്രിങ്കിങ് വാട്ടർ. Upon returning the school, Avi noticed the earthen pot and drink water from it. Avi expressed surprise and asked, "Why is the water in the earthen pot so cold? I never observed water getting cold in stainless steel pot." അവിയുടെ അമ്മ എന്ത് ചെയ്തു, ഒരു മൺകുടത്തിനകത്ത് കുറച്ച് പുതിയൊരു മൺകുടം വാങ്ങിച്ചിട്ട് അതിനകത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് കുടിക്കാനുള്ള, നേരത്തെ അവർ സ്റ്റെയിൻലെസ് സ്റ്റീലിലായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ആവി സ്കൂളിൽ നിന്ന് വന്ന് ഇച്ചിരി വെള്ളം കുടിച്ച് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ് ആ എർത്തൻ പോട്ടിലുള്ളത്. അപ്പോൾ അവൾ അത്ഭുതപ്പെടുകയാണ് ഇതെങ്ങനെ സംഭവിച്ചതെന്ന്. നോക്കാം. വാട്ടർ സീപ്സ് ത്രൂ ദ സർഫസ് ഓഫ് ദ എർത്തൻ പോട്ട് ആൻഡ് ഇവാപ്പറേറ്റ് വിച്ച് ഇമ്പാർട്ട് എ കൂളിംഗ് എഫക്റ്റ് ഓൺ ദ വാട്ടർ. What are the other examples of cooling effects? Sprinkling water on the floor or roof during summer school is another example. അതായത് ഈ എർത്തൻ പോട്ടിന് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണത്തില്ല. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അതിനകത്തിലൂടെ അരിച്ച് വെളിയിലോട്ട് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒഴുകിപ്പോന്നു എന്നല്ല. അപ്പോൾ ഈ ചെറിയ രീതിയിൽ ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി. അപ്പോൾ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ അവിടെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തിലെ ടെമ്പറേച്ചർ ആണല്ലോ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാത്രത്തിലെ വെള്ളത്തിന് തണുപ്പ്. നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ ദ ഫീൽ കൂൾ ഇഫ് വി സിറ്റ് അണ്ടർ എ ഫാൻ. അതുപോലെ ഫാനിൻ്റെ ചുവട്ടിരിക്കുമ്പോഴും അതന്നാണ് സംഭവിക്കുന്നത്. ദ വിൻ ഹെൽപ് ദ സ്വെറ്റ് ടു ഇവാപ്പറേറ്റ് ആൻഡ് കൂളസ്. നമ്മൾ വിയർപ്പ് എന്താണ് ഉണങ്ങാൻ സഹായിക്കുന്നുണ്ട് ഫാന്. അപ്പം അങ്ങനെ ഉണങ്ങാൻ സഹായിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് നമ്മുടെ വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കൂളിംഗ് എഫക്റ്റ് തോന്നുകയും ചെയ്യും. ഹൗ യു ഫീൽ വെൻ ദ റബ് സാനിറ്റൈസർ ഓൺ യുവർ ഹാൻഡ്സ്. അതുപോലെ സാനിറ്റൈസർ കയ്യെ പെട്ടിത്തിരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കൈക്ക് പെട്ടെന്നൊരു തണുപ്പ് വരുന്നത്. എന്താ കാര്യം, ആ സാനിറ്റൈസർ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് കൂളിംഗ് വരുന്നത്. ലെറ്റ് us perform activity to observe cooling effect to making simple and electric free model of pot in pot cooler. നമുക്ക് നോക്കാം, ഒരു ആക്ടിവിറ്റിയാണ്. 2 എർത്തൺ പോട്ട്സ് എഴുതുക. രണ്ടും ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കണം കേട്ടോ. ഫിൽ ദ ബോട്ടം ഓഫ് ദ ലാർജർ പോട്ട് വിത്ത് എ ലെയർ ഓഫ് സാൻഡ്. ഒരു പോട്ടിൻ്റെ അടിയിൽ എന്ത് വെക്കണം, സാൻഡ് വെക്കണം. പ്ലേസ് എ സ്മോളർ പോട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് എ larger one as shown in figure 8.7. Fill the gap between the pots with more sand. Pour water on the sandy area. ഇങ്ങനെയാണ് ഒരു സ്മോൾ പോട്ട് ഇതിനകത്തുണ്ട്, പിന്നെ ഒരു നോക്കിയേ ലിഡുണ്ട്, വലിയൊരു പോട്ടുണ്ട്. പ്ലേസ് എ ലിഡ് ഓർ വെറ്റ് ജൂട്ട് സാൻഡ് ടു കവർ ദ ടോപ്പ് ഓഫ് ദ സ്മോളർ പോട്ട്. യു ക്യാൻ ഓൾസോ മേക്ക് എ ഡ്രോയിങ് ഓഫ് ദ പോട്ട് ഇൻ പോട്ട് കൂളർ വൺസ് ഇറ്റ് ഈസ് റെഡി. നോക്കി 2 പോട്ടാണ്, ഒരു വലിയ പോട്ട്, അതിനകത്ത് ചെറിയ പോട്ട് ഇറക്കി വെച്ചേക്കാണ്. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനിടയ്ക്ക് സാൻഡ് ഇടുന്നുണ്ട്. അത് ഓർത്തോണം, ഇടയ്ക്ക് സാൻഡ് ഇട്ടിട്ടാണ് ഇത് അതിനകത്തേക്ക് വെക്കുന്നത്. പിന്നെ വെറ്റ് ജൂട്ട് സാക്ക്, ഒരു ലിഡുമുണ്ട്. ലെവൽ ഓഫ് സാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടേ, കണ്ടോ, ഈ ലെവലിൽ, അതായത് ഒരു കുറച്ച് സാൻഡ് അടിയിലിടുന്നു, പോട്ട് വെക്കുന്നു, പോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ സാൻഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. ആ പാത്രത്തിനകത്തേക്ക് വീഴില്ല, ചെറിയ പോട്ടിലേക്ക് വീഴില്ല, ആ പോട്ടിനും വലിയ പോട്ടിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് സാൻഡ് ഇടുന്നത്. എന്നിട്ട് വെറ്റ് ജൂട്ട് സാക്കും ലിഡും വെച്ചാണ് അത് കവർ ചെയ്യുന്നത്. Allow 4 to 5 hours to mini pot in pot cooler to cool down. The time range can be influenced by many conditions. Observe and discuss how it creates a cooling effect inside the pot. Keep some vegetables and fruits in it and observe for weeks on a daily basis. Check for the freshness of the vegetables and fruits. Keep inside the cooler.
അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നോക്കുക അത് എത്ര നാളിങ്ങനെ വൃത്തി കേടാകാതെ അതായത് ചെയ്യാതെ ഇരിക്കുമെന്ന്. യു വിൽ ഹാവ് ടു ആഡ് വാട്ടർ റെഗുലർലി ടു കീപ് ദ സാൻഡ് മോയിസ്റ്റ്. പിന്നെ പ്രത്യേകം ചിന്തിക്കേണ്ടത് ആ സാൻഡ് ഉണ്ടല്ലോ, ആ സാൻഡ് നനവുള്ളതായിരിക്കണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വെള്ളം ചെറുതായിട്ട് മോയിസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ല, നനവുണ്ടായിരിക്കണം. ഫോർ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി വെജിറ്റബിൾസ്? നമുക്ക് 1 വീക്കൊക്കെ ഉപയോഗിക്കാം എന്നാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വാട്ട് ദ കണ്ടീഷൻസ് വിച്ച് ആൻ എഫക്ട് ദ നമ്പർ ഓഫ് ദീസ് ഡേയ്സ്. വാട്ട് എൽസ്? പിന്നെ അതുപോലെ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ ഇത് അത്രയും ദിവസം ഒന്നും ഇരിക്കത്തില്ല. ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് കുറേ ദിവസം ഇത് കേടുകൂടാതിരിക്കും. യു വിൽ മേ ഫെമിലിയർ വിത്ത് എ യുണീക് ക്ലേ പോട്ട് വിച്ച് ഈസ് കോൾഡ് സുരഹി. സമർ സുരഹി ഈസ് യൂസ് ടു കീപ് ദ വാട്ടർ കോൾഡ്. കൂജ എന്ന് പറയുന്ന സാധനം ഇല്ലേ, അതായത് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കും നല്ല ഉണക്ക സമയത്തൊക്കെ. എന്തിനാണ്? അത് തണുത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഹൗ ഡു ക്ലൗഡ്സ് ഗിവ് അസ് റെയിൻ? ഇനി നമുക്ക് മഴ എങ്ങനെ കിട്ടുന്നു എന്ന് നോക്കാം. കണ്ടൻസേഷൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് ഇവാപ്പറേറ്റഡ് വാട്ടർ ബാക്ക് ടു ദ എർത്ത് സർഫസ്. അതായത് നമ്മുടെ ഭൂമിയിൽ സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന എല്ലാ വെള്ളവും വാട്ടർ ബോഡീസിൽ നിന്നെല്ലാം വെള്ളം ഇവാപ്പറേറ്റായി പോകുന്നുണ്ട്. അതെങ്ങനെയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ്. അതിനാണ് കണ്ടൻസേഷൻ. When air moves higher above the earth's surface, it becomes cooler and cooler. At certain height, the air gets so cool that the water vapor turns into droplets and which is generally formed around the dust particles. These small droplets float in the air and form clouds. ഇനി ഇങ്ങനെ ആവിയായിട്ട് പോകുന്ന വെള്ളമെല്ലാം മുകളിലോട്ട് ചെല്ലുന്തോറും ഇത് തണുത്ത് ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എങ്ങനെ മാറും. ഈ ഡ്രോപ്ലെറ്റ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പൊടിയുണ്ടല്ലോ, ഈ പൊടിയുമായിട്ട് ചേർന്ന ക്ലൗഡ്സ് ഉണ്ടാവും. And many droplets join together to form bigger drops of water. Some drops get so heavy that they start falling. These falling water drops are what we call rain. ഇങ്ങനെ ഈ ചെറിയ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടി ചേർന്ന് വലിയ ഡ്രോപ്പ് ആകുമ്പോൾ അതിന് ഭാരം കൂടി, നമുക്കറിയാമല്ലോ എർത്തിന് ഗ്രാവിറ്റേഷനുണ്ട്, അത് ഭൂമിയിലേക്ക് വീഴും. വൈ ഡസ് എയർ കണ്ടെയ്നിങ് വാട്ടർ വേപ്പർ ഗോ അപ്പ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? മുകളിലേക്ക് എന്താ പോകുന്നത്? കാര്യം അതിന് ഭാരക്കുറവാണ്. ഭാരക്കുറവുമ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. ആസ് വി നോ ഗ്യാസ് ബലൂൺസ് കണ്ടെയ്നിങ് lighter gas so go up in the air. Similarly, water vapor is lighter than air, causing it to rise. Under special conditions, it might also fall as hail or snow. അതായത് മഞ്ഞായിട്ടും പിന്നെ അതുപോലെ ഹെയിൽ ആലിപ്പഴമായിട്ടും ഒക്കെ, അതായത് മഞ്ഞ് കട്ടകളില്ലേ അതായിട്ടും ഒക്കെ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. യു ക്യാൻ കംപ്ലീറ്റ് ദ പോയം. ഇവിടെ ഒരു പോയം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഐ വണ്ടർ ഹൂ ഐ വണ്ടർ സോ വിച്ച് പാത്ത് ഡസ് വാട്ടർ ചൂസ് ടു ഗോ. ഐ വണ്ടർ ഹൂ വണ്ടർ സോ വെൻ ഡസ് ഇറ്റ് സ്നോ. ഐ വണ്ടർ ഓ ഐ ഗോട്ട് വണ്ടർ കോൾ ഹൗ ഡസ് ഇറ്റ് റെയിൻ ഫോൾ. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനാണേ. വാട്ടറിൻ്റെ ജേർണിയെക്കുറിച്ചുള്ളൊരു പോയമാണേ. ഹാൻഡിൽ ബേണിംഗ് പേപ്പർ കെയർഫുള്ളി. നോക്കാം. ടേക്ക് ആൻ എംപ്റ്റി discarded 1 liter plastic bottle, pour about cup of water on it, close the lid tightly. Now quickly squeeze and release the bottle continuously for 2 to 3 minutes. So observe the space above the water in the bottle. Repeat the same activity after adding a small burnt piece of newspaper into the water. What will be you observe? In this case, you will observe some haziness clouds above the water in the bottle. The burnt newspaper provide very small invisible dust particles around the water vapor, condenses and form clouds. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, അതിനകത്തിൽ ഒന്നുമില്ലാത്ത അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അത് അടപ്പ് മുറുക്കിയടയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ക്വീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞെക്കുക, അടച്ച് കഴിഞ്ഞിട്ട് ഞെക്കുക, എന്നിട്ട് 2-3 മിനിറ്റ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് തുറന്ന് വിടുക. ഇനി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പർ കത്തിച്ച് വെക്കുമ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇതിനകത്തേക്ക് അതായത് ഈ നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത പ്ലാസ്റ്റിക് ബോട്ടിലും വെള്ളമില്ല അതിന് മുകളിലേക്ക് ഇടുമ്പോൾ അവിടെ നമുക്കൊരു ക്ലൗഡ് ഫോം ചെയ്യുന്ന കാണാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് വരുന്നുണ്ട്. അത് ഈ
നമ്മൾ കത്തിച്ചിട്ട പേപ്പറില്ലേ അതിൽ പുകയുമായിട്ട് ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ട് അത് ക്ലൗഡായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇതാണ് നമ്മൾ വാട്ടർ ബോഡീസിൽ നിന്ന് വെള്ളം അത് കണ്ടോ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഇത് മുകളിലേക്ക് ചെന്ന് ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. അത് ക്ലൗഡ്സ് വീണ്ടും എന്താണ് മഴയായിട്ട് പെയ്യുന്നു. ക്ലൗഡ്, ലേക്ക്, ഓഷ്യൻ, റിവർ, ഗ്രൗണ്ട് വാട്ടർ. നോക്കി ഇത് എങ്ങനെയാണെന്നുള്ളതാണ്. യൂസിങ് ആരോ പറയുന്നുണ്ട്. ലേബൽ യൂസിങ് ആരോ ഷോൺ the words given in the box to show where water is stored, how water changes state and it moves. അപ്പോൾ ആദ്യം എന്താണ്, ലേക്ക് അല്ലേ. ഒന്നാമതായിട്ട് ലേക്കാണ്, ഇവിടെ ലേക്കാണ് അല്ലേ. ലേക്ക് എന്ത് ചെയ്യുന്നു, സൺലൈറ്റും ഉണ്ട് അല്ലേ. സൺലൈറ്റും കൊണ്ട് ഈ ലേക്കിലെ വെള്ളം എന്താകുന്നു, ഇവാപ്രേഷൻ നടക്കുന്നു. ഇത് ലേക്ക് മാത്രമല്ല കേട്ടോ, ഓഷ്യനും റിവറും അല്ല. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് കൊണ്ട് ഇവാപ്രേറ്റ് ചെയ്യുന്നു. ഇവാപ്രേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ഈ ക്ലൗഡ്സ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അത് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് എന്താണ്, റെയിനും സ്നോവുമായിട്ട് മാറി അത് ഗ്രൗണ്ട് വാട്ടറായിട്ട് വരുന്നു. നമുക്ക് ഭൂമിയിലേക്ക് തന്നെ കിട്ടുന്നുണ്ട്. The water from the ocean and the earth's surface evaporate into atmosphere as a water and returns to the rain, hail or snow, ultimately flowing back to the oceans, and circulation of water is known as water cycle. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്നത് ഇത് സൈക്കിളാണ്. അതായത് ഒരു റൗണ്ടിലാണ് പോകുന്നത്. അതായത് ഇവാപ്പറേറ്റ് ചെയ്യുന്നു, കണ്ടൻസേഷൻ ചെയ്യുന്നു, പിന്നെ റെയിനായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് ഗ്രൗണ്ട് വാട്ടറിലേക്ക് വരുന്നു, പിന്നെ ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. Only a small portion of water available on the earth is fit for use by plants, animals and humans. Most of the water in the oceans cannot be used directly. വെള്ളത്തിന്, അതായത് നമ്മുടെ അറിയാമല്ലോ 2/3 ഭാഗവും വെള്ളമാണ്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് വെള്ളമൊന്നും കുടിക്കാൻ കിട്ടത്തില്ല. ഓഷ്യനിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. The number of people using water is increasing with the rise in population. The increase in the demand of water causes shortage in the many parts of the world. Hence, it is very important to use water wisely and avoid wasting it. Let us keep our water bodies free from pollution. You will learn more about the water and its conversion in the chapter Nature's Treasure. നേച്ചേഴ്സ് ട്രഷറിൽ നമ്മൾ വാട്ടറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് വെള്ളം നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിലും കുടിക്കാൻ പറ്റുന്ന അല്ലെ പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ കൂടുമ്പോൾ വെള്ളം നമ്മൾ ഒരിക്കലും കളയരുത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി സ്റ്റോർ ചെയ്യുക. നമ്മൾ ഒരിക്കലും വെള്ളം വേസ്റ്റ് ചെയ്യില്ല. അതുപോലെ വെള്ളം പൊല്യൂട്ടഡ് ആവരുത്. നമ്മുടെ വാട്ടർ പൊല്യൂഷനൊക്കെ നിയന്ത്രിക്കുക. അപ്പോൾ വാട്ടർ പൊല്യൂഷനൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഫാക്ടറികളിൽ വേസ്റ്റ് ഇടുന്നു, നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വേസ്റ്റ് വെള്ളത്തിൽ ഇടുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വാട്ടർ പൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് പുതിയൊരു ലെസണുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.